നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ BK's ഫെർട്ടിലിറ്റി ക്ലിനിക്, തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബീജങ്ങളുടെ ആരോഗ്യത്തിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഈ നമുക്കൊരു ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും നടക്കില്ല. അതേപോലെ നമുക്ക് നമ്മളുടെ സാധാരണ ദിവസം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മര്യാദയ്ക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. ബീജങ്ങളും അതേപോലെ തന്നെയാണ്. ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനക്കം കുറയും, മൊത്തത്തിൽ കൗണ്ടും കുറഞ്ഞിരിക്കും. നല്ലൊരു പ്രഗ്നൻസി ഉണ്ടാക്കാനുള്ള അവരുടെ കഴിവും കുറയും. ഇതില് ഈ കാണുന്ന ബീജങ്ങളില് ഈ കാണുന്ന ബീജത്തിന്റെ ഈ ചെറിയ തലയിലാണ് കുട്ടിക്ക് അച്ഛന്റെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്ന 5 കോടി ക്യാരക്ടേഴ്സ് എത്തിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിലേക്ക് എത്താൻ പോകുന്ന അച്ഛന്റെ ആ 5 കോടി ക്യാരക്ടേഴ്സ് ഈ ചെറിയ തലയുടെ ഉള്ളിൽ കാണുന്ന ഈ ജനറ്റിക് മാറ്ററിലാണ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല, അംഗവൈകല്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ അബോർഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് വല്ല പ്രശ്നമായിട്ട് നേരത്തെ തന്നെ പ്രസവിച്ച് എന്റെ ജീവന് ആപത്തുണ്ടാവാം. അപ്പൊ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് ഈ തല. ബീജങ്ങളുടെ കഴുത്തും വാലും അതിന്റെ അനക്കത്തിനാണ് ആവശ്യം. പക്ഷെ ഈ തലയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ യൂഷ്വലി അതിലൊരു കോംപ്രമൈസും പറ്റില്ല. ബീജങ്ങൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗുണം ഉണ്ടാവില്ല. ഇപ്പോ ഇത് ഏത് ലാബിലാണ് നല്ലത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം, ലാബിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഈ സാമ്പിൾ നമ്മൾ പെർഫെക്റ്റ് നല്ല ആരോഗ്യമുള്ള ഒരു സാമ്പിൾ ആണെന്ന് പറയണമെങ്കിൽ നല്ല മോർഫോളജി എന്ന് പറഞ്ഞാൽ ഒരു 4% മതി. എന്നുവെച്ചാൽ 100 എണ്ണത്തില് 4 ബീജങ്ങൾ നല്ലതാണെങ്കിൽ ആ റിപ്പോർട്ടിനെ നമുക്ക് നോർമൽ എന്ന് വിളിക്കാം. ഇത് കൂടിപ്പോയാൽ നമുക്കൊരു 10, 15, 20% വരെയൊക്കെ കൂടുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനും 100% നല്ലത്, അല്ലെങ്കിൽ 90, അല്ലെങ്കിൽ 70, 80% നല്ല ബീജങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അനക്കവും ഭയങ്കരമായിട്ട് കൂടി എപ്പോഴേ വൈഫ് പ്രഗ്നന്റ് ആയി പോയത്. ആ ബീജങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരോഗ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ പൊതുവെ ബീജങ്ങൾ ഇത്രയും സംഖ്യയിൽ വരുന്ന തന്നെ അത് കൂടുതലും ഡാമേജ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ആകെ ഒരു അണ്ടത്തിനെ കാണാനാണ് ഇത്രയും കോടിക്കണക്കിന് ബീജങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ബീജങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ദൈവം അങ്ങനെ കുറെ ബീജങ്ങൾ തന്നിരിക്കുന്നത്. അല്ലെ, കുറെ എണ്ണമൊക്കെ ഡാമേജ് ആയിരിക്കും, പക്ഷെ കൂടുതലും നല്ല ബീജങ്ങൾ മാത്രമേ മുന്നോട്ട് കറക്റ്റ് ആയിട്ടുള്ള അനക്കോ ആരോഗ്യത്തോടും മുന്നോട്ട് വരൂ. അപ്പോ നിങ്ങളുടെ ലാബിൽ ഭയങ്കര നല്ല സംഖ്യയാണ്, 20, 50, 100% നോർമൽ ബീജങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ട്. ബീജങ്ങളുടെ ആരോഗ്യം ശരിക്കും നോക്കാൻ പരിചയമുള്ള ഒരാൾ നോക്കിയാൽ മാത്രമേ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. ബീജത്തിന്റെ തല, അതിന്റെ കഴുത്ത്, വാല് ഒന്നായിട്ട് വേറെ ഇട്ട് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നല്ലൊരു ലാബ് ആദ്യം സെലക്ട് ചെയ്യണം. പ്രിഫറബിളി ഒരു നല്ലൊരു ഇൻഫെർട്ടിലിറ്റി വന്ധ്യത ട്രീറ്റ് ചെയ്യുന്ന ഒരു ലാബിൽ പോയാൽ അത് നല്ലത്. ഈ റിപ്പോർട്ടില് ആരോഗ്യം ഏറ്റവും വിലപ്പെട്ടത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ബീജങ്ങളുടെ തലയുടെ ഉള്ളിൽ ജനറ്റിക് മാറ്റർ മാത്രമേ അണ്ടത്തിനുള്ളിൽ കയറാൻ പോകുന്നുള്ളൂ. അണ്ടം വരെ നീന്തി എത്തിക്കഴിയുമ്പോൾ അതിന്റെ അണ്ടത്തിനോടുള്ള കോണ്ടാക്റ്റിൽ തന്നെ ഈ ബീജങ്ങളുടെ വാലും കഴുത്തും പുറത്തേക്ക് നിൽക്കും, അത് ഉള്ളിലേക്ക് കടക്കില്ല. തല മാത്രം ഉള്ളിലേക്ക് കടന്നിട്ട് ആ തലയുടെ ഉള്ളിലത്തെ ജനറ്റിക് മാറ്റർ അണ്ടത്തിനുള്ളിലുള്ള ജനറ്റിക് മാറ്റർ ആയിട്ട് മിക്സ് ആയിട്ടാണ് കുട്ടി അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ജനറ്റിക് മാറ്ററിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ ആദ്യം ശരിയാക്കണം. അപ്പൊ പൊതുവെ വരുന്ന വേറൊരു ചോദ്യം, അനക്കം കൗണ്ട് കൂട്ടൂ എന്നല്ലാതെ ബീജങ്ങളുടെ ആരോഗ്യം എങ്ങനെ കൂട്ടാൻ പറ്റും? ബീജങ്ങളുടെ ആരോഗ്യം കൂട്ടാൻ നമുക്കൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ ബീജങ്ങൾ കേടായതോ അവരുടെ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇനി വരാൻ പോകുന്ന ബീജങ്ങൾ നമുക്ക് നന്നാക്കാൻ പറ്റും. ബീജങ്ങളുടെ ആരോഗ്യം കുറയ്ക്കുന്നത് നേരത്തെ മോട്ടിലിറ്റിയും കൗണ്ടിലും പറഞ്ഞ പോലെ തന്നെ ഷുഗർ, ഇൻഫെക്ഷൻസ്, കൂടുതൽ പുകയില ഉപയോഗിക്കുന്നതും കൂടുതൽ കുടിക്കുന്നതും, പിന്നെ കൂടുതൽ സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്. ഇപ്പൊ ചിലർ ചോദിക്കും രാത്രി ഉറക്കമില്ലാത്തത്. ശരിയാണ്, കുറെ മണിക്കൂറോളം രാത്രി, കുറെ ദിവസങ്ങൾ, ഒരു ദിവസം ഉറക്കം ഒഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. അടുപ്പിച്ച് തന്നെ കുറെ പ്രാവശ്യം ഇങ്ങനെ ഉറക്കമില്ലാതെ നൈറ്റ് ഡ്യൂട്ടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, ഭക്ഷണം കുറെ മിസ് ചെയ്യുന്നവര്, സമയാസമയം ഭക്ഷണം കഴിക്കുന്നില്ല, കുറെ കുടിച്ച് ചായയും കാപ്പിയും കുടിച്ച് മാത്രം വയറ് നിറയ്ക്കുന്നവർ, വെച്ചാൽ ഫിസിക്കലി മെന്റലി സ്ട്രെസ്ഡ് ഔട്ടുള്ള ആൾക്കാർക്ക് ഈ ബീജങ്ങളുടെ ആരോഗ്യം കുറയും. ഇപ്പൊ മൊബൈൽസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ബീജങ്ങളുടെ ആരോഗ്യം കുറയില്ല. റേഡിയേഷൻ നല്ലതല്ല, എന്നാലും ബീജങ്ങൾ അതുകൊണ്ട് മാത്രം കേടാവില്ല. ഹൈ ടെമ്പറേച്ചർ, ഭയങ്കര പനി വന്നു, അല്ലെങ്കിൽ ഭയങ്കര എന്തെങ്കിലും റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു, ഈ സിറ്റുവേഷൻസിൽ ബീജങ്ങളുടെ ഈ തല ചിലപ്പോൾ ഡാമേജ് ആവാം. ക്യാൻസർ ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ക്യാൻസർ തന്നെ, ആ ഹൈ സ്ട്രെസ് വരുമ്പോൾ ചിലപ്പോൾ ബീജങ്ങളുടെ ആരോഗ്യം കുറയാം. പക്ഷെ നമ്മൾ ആ ബീജങ്ങളുടെ ആരോഗ്യം കുറയ്ക്കുന്ന കാരണത്തിനെ നമുക്ക് മാറ്റാൻ പറ്റി. ഷുഗർ കൺട്രോൾ ചെയ്തു, പുകയില കുറച്ചു, ബീജങ്ങൾ വെള്ളം നിറച്ച് കുടിച്ചു തുടങ്ങി, ഇൻഫെക്ഷൻസ് വരാതെ നോക്കുന്നു, നന്നായി ഉറങ്ങുന്നു, അത്യാവശ്യം നല്ല റെസ്റ്റും എക്സസൈസും ഒക്കെ ഉണ്ട്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുത്തുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ബീജങ്ങളുടെ ആരോഗ്യം കുറയ്ക്കുന്ന കാരണത്തിന് നമ്മൾ കുറയ്ക്കുകയാണ്. തന്നെ ബീജങ്ങളുടെ ആരോഗ്യം കൂടും.
ബീജങ്ങളുടെ ആരോഗ്യം കൂടിക്കഴിഞ്ഞാൽ ബീജങ്ങളുടെ അനക്കം കൂടും. തീർച്ചയായിട്ടും ബീജങ്ങൾ സുഖമായിട്ട് അണ്ടം വരെ ഓടിയെത്തും. തീർച്ചയായിട്ടും നല്ലൊരു ഭ്രൂണത്തിന് അതിനുണ്ടാക്കാൻ കഴിവുണ്ട്. അപ്പം കൂട്ടത്തില് ബീജങ്ങളുടെ ആരോഗ്യത്തിനാണ് അനക്കവും ആരോഗ്യത്തിനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. അനക്കം കൗണ്ട് വേണം നിർബന്ധമാണ്. എന്നുവെച്ചാൽ കൗണ്ട് ഇല്ലാതെ നമുക്ക് ഇതൊന്നും നടക്കില്ല. എന്നാലും ബീജങ്ങളുടെ അനക്കവും ആരോഗ്യം കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രഗ്നൻസി ചാൻസ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറയാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.